ഇതാരാണ് ചെയ്തതെന്ന് എന്നും ആ കുടുംബത്തിൽ ആർക്കും അറിയില്ല. ആ വ്യക്തിക്കും എനിക്കും മാത്രമേ പഠിച്ചോനു അല്ലേ, നമ്മുടെ ദൈവത്തിനും. ഈ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ബന്ധങ്ങൾക്കുള്ളിൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കുട്ടി അതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അറിയാതെ അതിലൊരു സന്തോഷം കിട്ടുമായിരുന്നു. വീട്ടിൽ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇത് ആര് ചെയ്തതാണ്, ഇത് അങ്ങനെ സംഭവിച്ചതാണ്, എല്ലാവരും ആദിയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോൾ, അതൊക്കെ ഇങ്ങനെ കേട്ട് അതെല്ലാം ആസ്വദിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഹൃദയം ആ കുട്ടിക്ക് ഉണ്ടായി. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. ആ കുട്ടിയുടെ വീട്ടിൽ, ആ കുട്ടി ജനിച്ച് വളർന്നിരുന്ന സാഹചര്യത്തിൽ ഉമ്മയും ഉപ്പയും യാതൊരു ഐക്യമില്ല എന്ന് മാത്രമല്ല, വളരെ വിഷം വമിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാര രീതികളും പ്രവൃത്തികളും ഒക്കെ ആയിരുന്നു അവർക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടും അനുഭവിച്ചും അവളുടെ മനസ്സ് ഇങ്ങനെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനസ്സായി തീരുകയാണ്. നോക്കൂ, ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് പോലും പറഞ്ഞു തരാൻ സാധിക്കുമായിരുന്നില്ല അതിന് കാരണം ഇതാണ് എന്ന്.